ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് തലപ്പാക്കട്ട് ബിരിയാണിയാണ്. മസാലയൊക്കെ ഒത്തിരി ചേരുന്നത് കൊണ്ട് ടേസ്റ്റൊക്കെ വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് തലപ്പാക്കട്ട് ബിരിയാണി. സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചർ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബിരിയാണിക്ക് ആദ്യമേ ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു 4 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 10-12 കാഷ്യൂനട്ടാണ്, അതും എടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 7-8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പട്ട എടുത്തിട്ടുണ്ട്, അതൊരു വലിപ്പമുള്ള കഷ്ണം എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ബേ ലീഫാണ്. 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളക് കൂടെ വേണം. പിന്നെ ഇതോട് ചേർക്കാനുള്ളത് സ്റ്റോൺ ഫ്ലവർ എന്ന് പറയുന്ന ഒരു സാധനം കൂടാണ്. അത് ഈ തമിഴ് ഈ മസാലകളൊക്കെ വിൽക്കുന്ന കടകളിലാണ് അത് അവൈലബിൾ. കോട്ടയത്ത് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഈ കാണിക്കുന്നതാണ്. അതുകൂടാണ് ചേർക്കുമ്പോഴാണ് ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫ്ലേവർ വരുന്നത്, ആ തമിഴ് ഒരു ഫ്ലേവർ വരുന്നത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതെല്ലാം കൂടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടുമിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതൊരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മസാലയെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനും മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്. ഇതിന് സവാള ചേർക്കാറില്ല, ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അതൊരു 100 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പിലുള്ള ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിനയില, ഇത്രയും സാധനം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഇതും എല്ലാം കൂടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം മസാലയൊക്കെ പൊടിച്ച ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിടണം. ഇതെല്ലാം കൂടെ മുഴുവനായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രമേ സവാള ചേർക്കാവൂ. അത് ഇതുപോലെ അരച്ചെടുക്കണം. ബിരിയാണിയുടെ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ഉള്ളി ഇങ്ങനെ അരച്ചെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടും വെച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനിയും നമുക്ക് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് ഒരു കുക്കറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഞാനിത് ഒന്നിച്ച് ഇതെല്ലാം കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കുക്കർ എടുത്തത്. പക്ഷേ ഇതിനകത്ത് കൊള്ളില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ ചിക്കൻ വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പം ആദ്യമേ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്നതിനകത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൈസ് കൂടെ ഇട്ട് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും. ഉപ്പം വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ബാലൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കാത്ത കുരുമുളക് കൂടെ പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ ഈ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്തു വെച്ചിട്ട് ഞാനതങ്ങ് വിട്ടുപോയി. നമ്മളിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ. പിന്നെ ഞാനത് ചിക്കൻ ഇട്ടതിന് ശേഷമാണ് ചേർക്കുന്നത്. ഈ സമയത്ത് തന്നെ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാനൊക്കെ കൊണ്ട് ശ്രമിക്കുക. അതിന് ശേഷം അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുന്നുണ്ടേ, അതിൻ്റെ പച്ചകുത്തലൊക്കെ ഒന്ന് മാറി കഴിയുന്നുണ്ടേ, ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഞാൻ വിട്ടുപോയ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്താൽ നല്ലത്.
ഇനി അതുകൂടി ഇട്ട് നന്നായിട്ട് ഈ ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ കുറച്ച് ചെറുതായതുകൊണ്ട് നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ആ മുളകിൻ്റെയൊക്കെ ഉള്ള ഒരു പച്ചകുത്തൽ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കനും ഇട്ടിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് ഒരു 90% ഞാൻ ചിക്കൻ വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് അരിയിട്ട് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങാനെ കൊണ്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെയൊക്കെ നന്നായിട്ട് ഇതിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു കൊടുക്കാം. ഞാൻ അതിന് മുകളിൽ കുക്കറിൻ്റെ അടപ്പിന് മുകളിൽ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെയാണ് ഇതൊരു 10 മിനിറ്റ് നേരം തന്നെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്തതിന് ശേഷം അങ്ങ് അരി ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പം ഇതിനകത്തിൽ കൊള്ളില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ കുക്കറിൽ നിന്ന് ചിക്കനൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി തയ്യാറാക്കാനുള്ള പോട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3-4 വട്ടം കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് ആയതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമ്മുടെ ചിക്കൻ അതിൽ ഗ്രേവി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നു. ഒരു 4.5 ഗ്ലാസ് വെള്ളമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഒരു 1.5 ഗ്ലാസോളം ഈ ചിക്കൻ്റെ ഗ്രേവി തന്നെ ഇതിനകത്തിലുണ്ട്. അതനുസരിച്ചുള്ള എല്ലാം കൂടെ നമുക്ക് 6 ഗ്ലാസ് മതി. അപ്പോൾ അതനുസരിച്ചുള്ള ചിക്കൻ്റെ ഗ്രേവിയും വെള്ളവും എടുക്കുക. 3 ഗ്ലാസ് അരിയാണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം, ചിക്കൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് തന്നെ ഈ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനിയിപ്പം നമ്മൾ നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയുടെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കഴുകി വാരി വെച്ചിരിക്കുന്ന ബാസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനിയും ജീരകശാല അരിയാണെന്നുണ്ടെങ്കിലും അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഉണ്ടായിരുന്ന അരി ഇതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ചേർത്ത് കൊടുത്ത്, സാധാരണ ഞാൻ ബിരിയാണിക്ക് വെക്കാനൊക്കെ ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുന്ന ഇതാണ്. കാരണം ആദ്യം വെന്ത് പോയി കഴിഞ്ഞാൽ അധികം കുഴഞ്ഞൊന്നും പോകാത്തതുകൊണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഈ സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തത് വെള്ളത്തിൽ കുറച്ചുകൂടെ വെള്ളം നന്നായിട്ട് വറ്റാനുണ്ട്. പിന്നെ ചോറ് കുറച്ചുകൂടെ വേകാനുമുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പം തുറന്നെടുത്താൽ നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചിക്കനും ചോറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ചൂടോട് ആയത് കാരണമാണ് കുറച്ച് കുഴഞ്ഞതായിട്ട് തോന്നുന്നത്. ഒന്ന് തണുത്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഒരു 10 മിനിറ്റ് നേരം കൂടെ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. സെർവ് ചെയ്യാൻ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് വിളമ്പിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. മസാലയൊക്കെ ഒത്തിരി അധികം ആയതുകൊണ്ട് ഞാനിത് പലപ്പോഴും ഉണ്ടാക്കാൻ മടിച്ച് നിൽക്കുന്നതാണ്.
പക്ഷേ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ബിരിയാണിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.